Good morning to all. Today I am going to start second module of public administration, that is organization. This module includes principles of organization, span of control, hierarchy, unit of command, delegation, coordination, centralization, decentralization, chief executive, administrative function, line, staff and auxiliary agencies, department basis, that is 4 pieces, public corporation and independent regulatory commission. And the first one is organization. That is meaning of organization. Organization's meaning എന്താണ്? The dichotomy meaning of the word organization is the work of connecting interdependent parts so that each has a special function. ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാർട്ടുകളെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പർപ്പസ് അച്ചീവ് ചെയ്യുന്നു. അപ്പോൾ ഓരോ പാർട്ടിനും സ്പെഷ്യൽ ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ ആ സ്പെഷ്യൽ ഫങ്ഷനായിട്ടുള്ള ഇൻ്റർഡിപ്പെൻഡൻ്റ് പാർട്സിനെ കണക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയാം. In the words of Muni, organization is the form of every human association. മ്യൂണിയുടെ അഭിപ്രായത്തിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എവരി ഫോം ഓഫ് ഹ്യൂമൻ അസോസിയേഷൻ. അപ്പം എല്ലാ ഹ്യൂമൻ അസോസിയേഷനും അതിലും സംഘടനയുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് എ കോമൺ പർപ്പസ്. അപ്പോൾ ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യുവാനുള്ള എല്ലാ ഹ്യൂമൻ അസോസിയേഷനെയും നമുക്ക് എന്തെന്ന് പറയാം? ഓർഗനൈസേഷൻ എന്ന് പറയാം. സോ വാട്ട് ഇസ് എ ഡെഫിനിഷൻ അബൌട്ട് ഓർഗനൈസേഷൻ? അക്കോർഡിംഗ് ടു ലൂതർ ഗില്ലിക്, ഓർഗനൈസേഷൻ ഈസ് ദി ഫോർമൽ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി ത്രൂ വിച്ച് ദ വർക്ക് സബ് ഡിവിഷൻസ് ആർ അറേഞ്ച്ഡ്, ഡിഫൈൻഡ് ആൻഡ് കോർഡിനേറ്റഡ് ഫോർ ദ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ലൂതർ ഗില്ലിക്കിൻ്റെ അഭിപ്രായത്തിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോർമൽ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി. ഇതൊരു ഫോർമൽ സ്ട്രക്ചറാണ്. അപ്പോൾ ആ ഫോർമൽ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് നമ്മൾ വർക്കുകളെല്ലാം എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ദ വർക്ക് സബ് ഡിവിഷൻസ് ആറാണ്. അപ്പോൾ ആ ഡിവൈഡ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ്റെ വർക്കുകളെ നമ്മൾ ഡിവൈഡ്, അല്ലെങ്കിൽ ഓരോ ഡിവിഷനും ഓരോ വർക്കായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ വർക്കുകളെയും തമ്മിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓർഗനൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓർഗനൈസേഷൻ ഈസ് ദ ഫോർമൽ സ്ട്രക്ചർ ഓഫ് അതോറിറ്റി ത്രൂ വിച്ച് ദ വർക്ക് സബ് ഡിവിഷൻസ് ആർ അറേഞ്ച്ഡ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പല സെക്ഷനിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു എയിം അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഓർഗനൈസേഷൻ എന്ന് പറയാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഓർഗനൈസേഷൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്, അതിനെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ഫസ്റ്റ് വൺ ഈസ് ഹൈറാർക്കി. എന്താണ് ഹൈറാർക്കി? So, the literal meaning of the hierarchy is the rule or control of the higher over the lower. അപ്പോൾ ഇതെന്ന് പറയുന്നത് റൂൾ ഓഫ് കൺട്രോൾ ഓഫ് ദ ഹയർ അതോറിറ്റി ടു ദ ലോവർ അതോറിറ്റി. അതായത് ഏറ്റവും ഹയറായിട്ടുള്ള അതോറിറ്റിയിൽ നിന്നും ലോവർ അതോറിറ്റിയെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഹൈറാർക്കി എന്ന് പറയാം. ഇറ്റ് മീൻസ് എ ഗ്രേഡഡ് ഓർഗനൈസേഷൻ ഓഫ് സെവറൽ സക്സസീവ് സ്റ്റെപ്സ് or levels in which each one of the lower level is immediately subordinate to the next higher one. ഇപ്പോൾ എ ബി സി ഡി. ഇപ്പോൾ എ ആണ് ഏറ്റവും ടോപ്പിൽ. അപ്പോൾ എ എന്ന അതോറിറ്റി സബോർഡിനേറ്റ് ആയിട്ട് വരുന്നത് ബിയിലായിരിക്കും. ബി എന്ന അതോറിറ്റി സബോർഡിനേറ്റ് എന്ന് പറയുന്നത് സി ആയിരിക്കും. അപ്പോൾ ഒരിക്കലും സിയിൽ നിന്ന് നമുക്ക് ഓർഡർ, അതായത് എയിൽ നിന്ന് ഓർഡർ സിയിലേക്ക് പോകില്ല. അപ്പോൾ എയുടെ ഓർഡർ ബിയിൽ നിന്ന് മാത്രമേ സിയിലേക്ക് പോകൂ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ഓർഡേഴ്സുകൾ സെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമുക്ക് ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പോൾ ഇറ്റ് മീൻസ് എ ഗ്രേഡഡ് ഓർഗനൈസേഷൻ ഓഫ് സെവറൽ സക്സസീവ് സ്റ്റെപ്സ് ഓർ ലെവൽസ് ഇൻ വിച്ച് ഈച്ച് വൺ ഓഫ് ദ ലോവർ ലെവൽ ഈസ് ഇമ്മീഡിയറ്റ്ലി സബോർഡിനേറ്റ് ടു ദ നെക്സ്റ്റ് ഹയർ വൺ. അപ്പോൾ സി എന്ന് പറയുന്നത് എപ്പോഴും ബിയോടായിരിക്കും, ബി എന്ന് പറയുന്നത് എപ്പോഴും സിയോടായിരിക്കും. അപ്പോൾ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഈസ് ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. അപ്പോൾ ഫങ്ഷൻസ് നമുക്ക് ഹൊറിസോണ്ടൽ ലെവലിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വെർട്ടിക്കൽ ലെവലിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം. വെൻ അഡീഷണൽ ലെവൽസ് ആർ ആഡഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇറ്റ് ഈസ് കാൾഡ് വെർട്ടിക്കൽ ഗ്രോത്ത്. അപ്പോൾ വെർട്ടിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ലെവൽ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു അഡീഷണൽ ലെവൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് വെർട്ടിക്കൽ ഗ്രോത്ത് എന്ന് പറയാം. അതേസമയം പൊസിഷനാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഹൊറിസോണ്ടൽ ഗ്രോത്ത് എന്ന് പറയാം. വെൻ മോർ പൊസിഷൻസ് ആർ ആഡഡ് വിത്തൗട്ട് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ലെവൽ. അപ്പോൾ ഇവിടെ പൊസിഷൻ സ്ഥാനം മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ, പക്ഷേ ലെവൽസുകൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഹൊറിസോണ്ടൽ ഗ്രോത്ത് എന്ന് പറയാം. ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് പേഴ്സണൽ ക്രിയേറ്റ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ. മ്യൂണി ആൻഡ് റെയ്ലി കാൾഡ് ഇറ്റ് എ സ്കാലർ പ്രോസസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്, എന്താണ് സ്കാലർ പ്രോസസ്. ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് പേഴ്സണൽ ക്രിയേറ്റ്. ഇപ്പം ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ബേസിൽ അവിടെ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്കാലർ പ്രോസസ് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് മ്യൂണി ആൻഡ് റെയ്ലി. അപ്പോൾ ഒരാളുടെ പേര് തന്നിട്ട് അടുത്ത ആളുടെ പേര് ചോദിക്കും. മ്യൂണി ആൻഡ് റെയ്ലി കാൾഡ് ഇറ്റ് എ സ്കാലർ പ്രോസസ്. ദി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. അതായത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഒന്ന്, എ പേഴ്സൺ വിൽ ഹാവ് ഓൺലി വൺ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഫ്രം ഹും ഹി വിൽ റിസീവ് ഓർഡേഴ്സ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഓർഡർ കിട്ടുന്നത് തൊട്ട് മുകളിലുള്ള സുപ്പീരിയറിൽ നിന്നായിരിക്കും. എ പേഴ്സൺ വിൽ നോട്ട് റിസീവ് ഓർഡേഴ്സ് ഫ്രം എ പേഴ്സൺ ഓഫ് ലോവർ സ്റ്റാറ്റസ്. അപ്പോൾ ഒരിക്കലും ലോവർ സ്റ്റാറ്റസിൽ നിന്ന് മുകളിലത്തേക്ക് തട്ടിലേക്ക് ഓർഡേഴ്സ് കിട്ടാറില്ല. കാരണം എയിൽ നിന്നുള്ള ഓർഡർ ബിക്കായിരിക്കും, ബിയിൽ നിന്ന് ഓർഡറാണ് സിക്ക് കിട്ടുക. അപ്പോൾ ഡി എന്ന സ്ട്രാറ്റയിൽ നിന്നും ഒരിക്കലും നമുക്ക് ബിയിലേക്ക്, അല്ലെങ്കിൽ ബിയിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഓർഡർ ഡിയിലേക്ക് പോകില്ല. ബിയിൽ നിന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ സിയിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് ഡിയിലേക്ക് വരൂ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫീച്ചേഴ്സ്, അതായത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൻ്റെ സെക്കൻഡ് ഫീച്ചർ. തേർഡ് വൺ ഈസ് നോ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഷാൾ ബി സ്കിപ്ഡ് ഓവർ in the dealing of the people at the top with those at lower level or vice versa. എന്ന് വെച്ചാൽ ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് വരാതെ ഓർഡർ ഒരിക്കലും സിയിലേക്ക് എത്തത്തില്ല. അതാണ് മൂന്നാമത്തെ ഫീച്ചർ. എ പേഴ്സൺ ഹു ഈസ് ഗിവൺ റെസ്പോൺസിബിലിറ്റി ഫോർ എ ടാസ്ക് വിൽ ഹാവ് ആൻ അതോറിറ്റി പ്രൊപ്പോർഷനേറ്റ്ലി വിത്ത് ഹിസ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ എ പേഴ്സൺ ഹു ഈസ് ഗിവൺ റെസ്പോൺസിബിലിറ്റി, ഇപ്പോൾ ഏത് വ്യക്തിയിൽ നിന്നാണോ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ടാസ്ക് കിട്ടുന്നത് അത് വളരെ പ്രൊപ്പോർഷനേറ്റായിട്ട് അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് നമ്മൾ അവർക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്. എ പേഴ്സൺ ഹു ഈസ് ഗിവൺ റെസ്പോൺസിബിലിറ്റി ഫോർ എ ടാസ്ക് വിൽ ഹാവ് ആൻ അതോറിറ്റി പ്രൊപ്പോർഷനേറ്റ്ലി വിത്ത് ഹിസ് റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് സ്പാൻ ഓഫ് കൺട്രോൾ. ഇപ്പോൾ എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് the number of subordinate which a superior officer can effectively supervise, direct and control. അപ്പോൾ what do you mean by span of control? span of control എന്ന് പറയുന്നത് ഇപ്പം ഒരു ഓഫീസർ അല്ലെങ്കിൽ ദ ഓഫീസർ പേഴ്സണലി ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് ദ വർക്കേഴ്സ്. ഇപ്പോൾ ഒരു ഓഫീസറിനെ ആ ഓഫീസർ പേഴ്സണലി ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരു ഓഫീസർ പേഴ്സണലി, അതായത് ആ വ്യക്തി തന്നെ ആ വർക്കേഴ്സിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. സ്പാൻ ഓഫ് കൺട്രോൾ മീൻസ് എ നമ്പർ ഓഫ് സബോർഡിനേറ്റ് വിച്ച് എ സുപ്പീരിയർ ഓഫീസർ can effectively
സൂപ്പർവൈസ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ. അതായത് ഒന്നിലധികം സബോർഡിനേറ്റിനെ ഒരു സുപ്പീരിയർ ഓഫീസറിന് ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയാം. അക്കോർഡിംഗ് ടു ഡിമോക്ക്, ദ സ്പാൻ ഓഫ് കൺട്രോൾ ഈസ് ദ നമ്പർ ആൻഡ് അറേഞ്ച് ഓഫ് ഡയറക്റ്റ് ഹാബിച്വൽ കമ്മ്യൂണിക്കേഷൻ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ആൻഡ് ഈസ് പ്രിൻസിപ്പൽ ഫെലോ ഓഫീസേഴ്സ്. ദ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അതായത് നമ്പർ ഓഫ് സബോർഡിനേറ്റിനെ ഒരുമിച്ച് ഒരു ചീഫ് എക്സിക്യൂട്ടീവിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയാം.